ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായത്തെ സംഗാ സഞ്ജായത്തെ കാമാത് ക്രോധോഭിജായത്തെ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധിനാശോ പ്രണശ്യതി എന്നായി എഴുതിയത്, അത് മാറ്റുക, ബുദ്ധിനാശാത് പ്രണശ്യതി എന്നാക്കുക. സംഘം ഭാര്യയോട്, കുട്ടികളോട്, മാതാപിതാക്കളോട്, ധനത്തോട്, അധികാരത്തോട്, അംഗീകാരത്തോട്, പ്രശംസയോട് ഇവ ഇല്ലാതാകാൻ എന്താണ് ലളിതമായ പ്രതിവിധി? അതിലൊരു വാക്കിനോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭാര്യ എന്നുള്ള വാക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വാക്കാണ്. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കരുത് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് പറയാം, ചിദാനന്ദ സ്വാമിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനാകാം ലോകത്തിൻ്റെ മുഴുവൻ അധിപതിയോ? പക്ഷെ എനിക്കിഷ്ടമല്ല ഭാര്യ ഭർത്താവ് എന്നുള്ള വാക്കുണ്ട്. അത്ര നല്ല നല്ല വാക്ക് നമുക്കുണ്ട്. പതി പത്നി ഏറ്റവും നല്ല വാക്ക്. പതിയും പത്നിയാണ് ഏറ്റവും നല്ല വാക്ക്. സഹധർമ്മി സഹധർമ്മിണി ആ വാക്ക്. ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നർത്ഥം. ആരാവും ഭരിക്കാൻ തന്നെ കയറിയിട്ട്? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നർത്ഥം. എന്താ, നീ അവൻ്റെ അടിമ? വിവാഹം കഴിച്ചു എന്നുള്ളത് കൊണ്ട് ആരും ആരുടെയും അടിമയാവുന്നില്ല, ആരുടെയും വ്യക്തിത്വം ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ ഭാര്യമാരും ഭർത്താക്കന്മാരും ആകരുത്. പിന്നെന്താവണം? ഏറ്റവും നല്ല വാക്ക് പതിയും പത്നിയുമാണ്. പത്തില് ഗതവും എന്നാണ് ധാതു. പത്തില് ഗതവും. അപ്പോൾ പതി പത്നി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന മഹത്വപൂർണമായൊരു ജീവിത ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് സഞ്ചരിക്കുന്നവരാണ് പതിയും പത്നിയും. അത് നല്ല വാക്കാണ്. അല്ലെങ്കിൽ സഹധർമ്മിയും സഹധർമ്മിണിയാവാം, ഒന്നിച്ച് ധർമ്മം ചെയ്യിക്കുന്നവർ. ഭാര്യ വേണ്ട, ഭർത്താവും വേണ്ട. ഒരഭിപ്രായം കിട്ടുമോ? അല്ല, എനിക്ക് ഭർത്താവ് കൂടിയേ തീരൂ എന്നാണ് കൈക്കോട്ടെ. എനിക്ക് ഭാര്യ കൂടിയേ തീരൂ ചെയ്യിക്കോട്ടെ. ഇത് രണ്ടും വേണ്ടാന്ന് വെച്ചിട്ടാൽ ഞങ്ങൾ ചെറുപ്പത്തിലേ മാറിയിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല, ചെറുപ്പത്തിലേ ഞങ്ങൾ ആദ്യം മാറിയിരിക്കുക. ഈ പരിപാടി വേണ്ട എന്ന് നിശ്ചയിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ അധികാരമില്ല. അപ്പോൾ സംഘം പത്നിയോട്, കുട്ടികളോട്, മാതാപിതാക്കളോട്, ധനത്തോട്, അധികാരത്തോട്, അംഗീകാരത്തോട്, പ്രശംസയോട്, എല്ലാത്തിനോടും സ്നേഹം വേണം. ഇവരെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം. അങ്ങേയറ്റത്തെ സ്നേഹം വേണം. പക്ഷേ സ്നേഹം സംഘമാവരുത്. ഏത് നിമിഷം സ്നേഹം സംഘമാകുന്നോ അപ്പോൾ അത് ദുഃഖകാരണമായി മാറും. സംഘം ഉണ്ടായിട്ട് വല്ല അർത്ഥമുണ്ടോ? എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം പോട്ടെ, കാറ്റ് പോട്ടെ, സമയമായി ഈശാൻ. അല്ല, നമ്മൾ ഇന്നും സംഘമാണെന്നും പറഞ്ഞിരിക്കാൻ പറ്റുമോ? എപ്പോഴാണ് കാറ്റ് പോകുമെന്ന് ആർക്കെങ്കിലും അറിയോ? പത്നി എന്നും പത്നിയാവുമോ? പതി എന്നും പതിയാവുമോ? എന്താ അഭിപ്രായം? ആവില്ല, ഒരിക്കലും ആവില്ല. ഒരു കടലാസിൽ ഒപ്പിട്ടാൽ പതിയായി, വേറൊരു കടലാസിൽ ഒപ്പിട്ടാൽ മുൻ പതിയായി. എക്സ് ഹസ്ബൻഡ്, കാരണം ഡിവോഴ്സ് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഇതാ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒന്നിനോടും സംഘം വയ്ക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഈ ശരീരത്തോട് പോലും സംഘം വയ്ക്കുന്നതിൽ അർത്ഥമില്ല. അതെന്തുകൊണ്ട് അർത്ഥമില്ല? നമുക്ക് ആ വിഷയം അല്പം നാളെ ചിന്തിക്കാം. സമയനിഷ്ഠ മുഖ്യമാണല്ലോ. അപ്പോൾ സമയനിഷ്ഠ മുഖ്യ. ഓ